ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയോ? എള്ളുണ്ട വ്ളോഗ്. എങ്ങനെയുണ്ട്? ആരും ചെയ്തിട്ടില്ലാത്തതും ആരും കാണാത്തതുമായ ഒരു വെറൈറ്റി വ്ളോഗ് ആയിരിക്കും നമ്മുടെ എള്ളുണ്ട വ്ളോഗ്. സത്യത്തില് ഈ എള്ളുണ്ട ഉണ്ടാക്കാൻ എനിക്കറിയില്ലായിരുന്നു. അപ്പം ഒരു 2 times ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോ ഇനിയിപ്പോ അത് സക്സസ് ആയി. പിന്നെ നമ്മള് കുറയ്ക്കരുതല്ലോ, അപ്പൊ തന്നെ വ്ളോഗ് ആക്കാന്ന് വിചാരിച്ചു. എന്റെ ദൈവമേ, ഇത് നിരത്താണാവോ? ഉണ്ടാക്കി വെച്ച എള്ളുണ്ട തീർന്നു, നമ്മൾ അടുത്ത എള്ളുണ്ട ഉണ്ടാക്കാൻ പോകുന്നു. എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? കുഞ്ഞിക്ക് ഇഷ്ടമായിരുന്നു നമ്മുടെ എള്ളുണ്ട ഉണ്ടാക്കി തന്നത്? ഒരെണ്ണം പോലും കഴിച്ചിട്ടില്ല. ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഗൈസിനോട് വരെ സപ്പോർട്ട് ചെയ്യണം. ഭീഷണിയാണെന്ന് തെറ്റിദ്ധരിക്കുക ആൾക്കാര്. സപ്പോർട്ട് ചെയ്യോ? ആ, നമുക്ക് ഉണ്ടാക്കാൻ പോയാലോ? നമുക്ക് ഉണ്ടാക്കാൻ പോവാ. അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അതിനായിട്ടേ കുറച്ച് ശർക്കര ഇട്ടല്ലോ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിതിൽ ചുമ്മാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുക. ഇതിനെ തിളപ്പിച്ചിട്ട് ഇത് നല്ലപോലെ ഉരുക്കി ഇങ്ങനെ കുറുകുറുന്ന് പത വരില്ലേ, ആ ഒരു പരുവത്തിലേക്ക് എത്തിക്കണം. പിന്നെ നമ്മുടെ മെയിൻ സാധനം ഇത് ഈ വൈറ്റ് കളറിലുള്ള സെസമി സീഡ് എന്നൊക്കെ പറയും. എള്ള് അല്ലേ? ഇത് എള്ളല്ലേ? ഈ വെള്ള കളറിലുള്ളത്. ഞാൻ ഇതിനെ വെള്ള എള്ളെന്ന് അങ്ങ് വിശേഷിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ വെള്ള എള്ള് വെച്ചിട്ടാണ് നമ്മളിത് സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്, ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പരിപാടി തുടങ്ങാം. ഗ്യാസ് ഓൺ ആക്കട്ടെ. ഇത് നന്നായിട്ട് ഉരുകി നല്ല കുതുന്ന് ഇങ്ങനെ പത വരും. അതുപോലെ നന്നായിട്ട് പതഞ്ഞു വന്നില്ലേ? അപ്പൊ ആ സമയത്തെ ഞാനൊരു കുറച്ച് ഒരു സ്പൂൺ കാണും അത്രയും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴേ നന്നായിട്ട് അത് നല്ല കട്ടിയിൽ ഒട്ടിപ്പിടിച്ചോളും. മറ്റേ ശർക്കര മാത്രമായിട്ട് ചേർക്കുമ്പോൾ ഒരു ഒട്ടൽ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അപ്പൊ ഒരു ശകലം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അത് ഒട്ടിപ്പിടിക്കുവേ. അതിനു വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പരുവാകുമ്പം ഞാനിതിലേക്ക് നമ്മുടെ എള്ള് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെയാണോ ഇതിന്റെ യഥാർത്ഥ രീതി എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കിയിട്ട് എനിക്ക് സക്സസ് ആയില്ല കേട്ടോ. അത് എന്താന്ന് വെച്ചാൽ എനിക്ക് അതിന്റെ പരുവം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഒരു പരുവാകുമ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ എള്ളിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന്റെ ഒരു പരുവാകുന്ന വരെ ഞാൻ അങ്ങോട്ട് മിക്സ് ചെയ്ത് വറ്റിക്കും. എന്നിട്ട് ഞാൻ എടുത്ത് ഒന്നിങ്ങനെ ഉണ്ടയാക്കും. നമ്മളിങ്ങനെ സ്ക്വയർ ആയിട്ട് എടുത്തിട്ട് എന്തോ ശരിയായില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നെന്തായാലും ഞാൻ സ്ക്വയർ ആക്കാം എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഞാൻ അവിടെ ഫോയിൽ പേപ്പർ ഒക്കെ എടുത്ത് വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്താവുന്നൊന്നും അറിയത്തില്ല. ഈ സംഭവം ഉണ്ടാക്കാന്ന് പറഞ്ഞാണ്ടല്ലോ, അതൊരു കൈവിട്ട കളിയാണ്. എക്സ്പേർട്ടുകൾക്കൊക്കെ ഈസി ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒരു നാക്കുണ്ട്. ഇത് ഏത് പരുവത്തിന് എടുക്കണം എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈസിയുമാണ്. ജസ്റ്റ് ശർക്കര ഉരുക്കണം, അതിലേക്ക് ഇതിട്ടൊന്ന് ഇതിന്റെ പാകത്തിന് എടുത്ത് ഉണ്ടയാക്കണം. അത്രേ ഉള്ളൂ ഇതിന്റെ പരിപാടി. നല്ല ഹെൽത്തിയുമാണ്. പക്ഷെ ഇതിന്റെ പാകം എപ്പോഴാണ് മനസ്സിലാക്കി എടുക്കണമെങ്കിലാണ് ഇത്തിരി പാട്. ഇതിപ്പോ ഇത്രയും അധികം ഇട്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ വരുന്നുണ്ട്. എന്നാലും ശരിയാവുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഇതിങ്ങനെ കുറച്ചു നേരം ഇളക്കി വരുമ്പോണ്ടല്ലോ, ഇതിലേക്ക് ഇതൊരു പശപ്പില്ലാതെ ഇരിക്കുന്നത്. ഇതിലൊക്കെ ഈ ശർക്കര പാനി പിടിക്കും നന്നായിട്ട്. അന്നേരമാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ സെറ്റായത്. അപ്പം അതുവരെ ഞാൻ ഇളക്കി സെറ്റാക്കി എടുക്കും. ഇന്ന് ഞാൻ ഇത് ശരിയാക്കിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഇതൊന്നും കണ്ട് ആരും അനുകരിക്കാൻ പോകണ്ടാട്ടാ. നിങ്ങൾ ഇതിന്റെ ശാസ്ത്രീയമായ രീതിക്ക് നോക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ല, ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നെ നിങ്ങൾ സ്മരിക്കാൻ ഇടവരരുതല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. ഇത് കഴിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നപ്പം അവർക്കത് കഴിച്ചിട്ട് ഇഷ്ടമായി. എന്നിട്ട് എന്നോട് പറഞ്ഞായിരുന്നു, നീ ഇത് കുറച്ച് ഉണ്ടാക്കി തരുമോ, നീ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തോളാനൊക്കെ. പിന്നെ ഞാൻ ഹസ്ബൻഡിന് ഓഫീസിലേക്കൊക്കെ കൊടുത്തു വിടും. അപ്പം ആളും അവിടെ ഇരുന്ന് കഴിക്കും. അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് കൊടുക്കാറൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിലാണ് ഞാനിപ്പം ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത്. ബ്ലോഗ്.
നല്ല രീതിക്ക് ഞാൻ ഇതിങ്ങനെ ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആയിപ്പോയി. അതിന്റെ ഇടയിൽ എനിക്കൊരു കോള് വന്നു ഗൈസ്. ആ കോള് ഞാൻ എടുത്ത് അറ്റൻഡ് ചെയ്തപ്പം ആ കോളിൽ അങ്ങ് മുഴുകിപ്പോയി. നമ്മുടെ സംഭവത്തിന്റെ കാര്യം മറന്നും പോയി. അങ്ങനെ ഇളക്കി 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 കോള് കഴിഞ്ഞപ്പോ ദേ ഇത് ഇങ്ങനെയായി. ഇനി ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. തൊട്ടടുത്ത് തന്നെ ഒരു പാത്രത്തിൽ വീണ്ടും കുറച്ച് ശർക്കര പാനിയാക്കാനായിട്ട് വെക്കുക. എന്നിട്ട് ഇത് പാനിയായി കഴിയുമ്പോൾ ഇതിലൊഴിക്കുക. വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കുക. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ, സംഭവം ഇത്ര വേസ്റ്റ് ആക്കാൻ പറ്റുമോ? എന്തല്ലേ. ഇനിയിപ്പൊ നമ്മള് ഇതിലോട്ട് ഈ ശർക്കര പാനി അങ്ങ് ഒഴിക്കുവാണേ. ഇനി ഇത് സെറ്റ് ആവോ എന്തോ. ഞാൻ ഉണ്ടാക്കിയപ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വന്നത്. ശരിയാവുമായിരിക്കൂലേ? ഇല്ലെങ്കിൽ ഞാൻ ഇനിയും ശർക്കര പാനി ഉണ്ടാക്കേണ്ടി വരും. എന്താ ചെയ്യാ. ഒക്കെ ചെയ്യുമ്പോ ശ്രദ്ധ വേണം കേട്ടോ ഗൈസ്. ഇതുപോലെ കോളൊക്കെ വന്നു കഴിഞ്ഞാൽ അതെടുത്ത് അതിൽ ലയിച്ച് അങ്ങ് നിന്നേക്കരുത്. നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ പണി കിട്ടും. അപ്പൊ ഞാനിത് ഇളക്കി ഇളക്കി ഇത്രയും എത്തിച്ചിട്ടുണ്ട്. അപ്പൊ എന്തോരം കഷ്ടപ്പാടാന്നറിയോ ഗൈസ് എനിക്ക് ഒരു വീഡിയോ എടുക്കണമെങ്കിൽ. ഇത് കണ്ടോ, ഇവന്റെ കൈ ഇതുമ്പോ കൊള്ളാതെ ഞാൻ പൊത്തിപ്പിടിച്ച്, എന്റെ പൊന്നേ, ഞാൻ എന്ത് ചെയ്താലും ഇവരിങ്ങനെ അതിന്റെ ഇടയിൽ ഉണ്ടാവുന്നതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കൊരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നിങ്ങൾ എന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കണം. അപ്പം ദേ കുഞ്ഞി കൈമാറ്റ് പറഞ്ഞ. അപ്പൊ ദേ ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അങ്ങോട്ടേക്ക് തട്ടാം. കണ്ടോ ഗൈസ്, കാണിക്കുന്ന കണ്ടോ, കൈ കൊണ്ട് വരുന്നു അത് പിടിക്കാൻ. കുഞ്ഞു കൈ പൊള്ളും ഗൈസ്. ഞാൻ ഇതേ രണ്ടും കൽപ്പിച്ച് ഒരു ഹാഫ് പോർഷൻ ഇതിലേക്ക് അങ്ങ് ഒഴിക്കുവാണ്. കുറച്ച് ലൂസ് ഉണ്ടോന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. പക്ഷെ ഇനി വെച്ചാൽ ചിലപ്പോൾ നേരത്തെ പോലെ ഡ്രൈ ആയി പോവോ എന്നുള്ളൊരു ഭയം ഉള്ളതുകൊണ്ട് ഞാനൊരു ഹാഫ് അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ലൂസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അതിങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ ലാവൊക്കെ ഒഴുകി വരുന്ന പോലെ വരുന്നുണ്ട്. നോക്കാം. എന്തായാലും ഞാൻ ഇതിൽ എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടി പിടിക്കത്തില്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാണ്ട് ചൂടോടെ തന്നെ ഒന്ന് റോൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പറ്റിയില്ലെങ്കിൽ കുറച്ച് തണുത്തിട്ട് റോൾ ചെയ്യാം. ഗൈസ്, ഇതിൽ പറ്റി പിടിക്കുന്നൊന്നുമില്ല. നമുക്ക് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. എന്തെങ്കിലും ഒരു ഷേപ്പ് ആവുമെന്ന് ഞാൻ നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കാൻ പറ്റുമെന്ന്. ഓക്കെ, നമുക്കങ്ങ് പരത്താം. ഇനി ചൂടാറിക്കഴിഞ്ഞാൽ പരത്താൻ പറ്റിയില്ലെങ്കിലോ പറ്റുന്ന പോലെ പരത്തി എടുക്കട്ടെ. ഇതിന്റെ ഇടയിൽ എയർ ബബിൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ചെറിയൊരു ബബിൾസ് പൊന്തി വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആവത്തില്ല. ഓക്കെ, നമുക്ക് പരത്തിയെടുക്കാം. ഷേപ്പും കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല, പെട്ടെന്ന് കട്ട് ചെയ്ത് വെക്കുവാണ്. അതൊന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഒരു കുറച്ച് പോർഷൻ ഞാനൊന്ന് എടുത്ത് നോക്കട്ടെ, എനിക്കൊരു ഡൗട്ട്. ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെയാണ് ഗൈസ്. പക്ഷെ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി. എനിക്ക് കട്ട് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല, അപ്പൊ തന്നെ ഇത് ഡ്രൈ ആയി. പെട്ടെന്ന് കട്ട് ചെയ്തില്ലെങ്കിൽ അതിനി ഡ്രൈ ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പണി പാളിയോന്ന് ചെറിയൊരു സംശയം ഗൈസ്. ദേ നമ്മുടെ ഐറ്റം സെറ്റ് ആയിട്ടുണ്ട്. ഒരേ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാ പെട്ടെന്ന് അങ്ങ് ഹാർഡ് ആവുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ പൊടിയുന്നുണ്ട്. കുറച്ചും കൂടി ലൂസായിട്ട് എടുക്കുമായിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് പൊടിഞ്ഞു വരുന്നത്. അന്നുണ്ടാക്കിയപ്പോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊടിയത്തില്ലായിരുന്നു. അപ്പൊ എനിക്കൊരു സമാധാനക്കേടായി. കുറച്ചുകൂടി ലൂസാക്കാം ഗൈസ്. എൻ്റെ ഓവർ കോൺഫിഡൻസ് ലേശം പണിപ്പാളിയോന്ന് എനിക്കൊരു സംശയം. തുടക്കത്തിലൊക്കെ നല്ല ആവേശം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മൂന്നാമത്തെ ട്രിപ്പാണ് ഞാൻ ലൂസാക്കിയത്. ഇപ്പം അടപ്രഥമം പോലെ ആയിട്ടുണ്ട്. അല്ലെങ്കിലും അങ്ങനെ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ ഉണ്ടാക്കുന്ന സാധനം ഫ്ലോപ്പ് ആവാൻ ഭയങ്കര ചാൻസാ. ഇനി ക്യാമറ ഓഫ് ആക്കിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്താണ്ടല്ലോ അത് സെറ്റ് ആവുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് വന്ന് ഈ പരിപാടി ചെയ്യുന്നത്. എന്റെ രോദന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാനൊരു 3ാമത്തെ വട്ടമാണ് ഇതിപ്പോ ലൂസാക്കുന്നത്. ഒരു വട്ടം ഫോൺ വിളിച്ച് കുളവായി, ലൂസാക്കി. അത് കഴിഞ്ഞ് ഞാന് സെറ്റായി ഓർത്ത് അവിടെ കൊണ്ടുപോയി ഒഴിച്ചിട്ട് അത് പരത്തി കഴിഞ്ഞപ്പോ അത് ഒരു ലേശ ഹാർഡായ പോലെ തോന്നി. എന്നാൽ അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും ഒന്നുകൂടി പെർഫെക്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും എടുത്ത് കുറച്ചുകൂടി അങ്ങ് പാനി ഒഴിച്ച് ലൂസാക്കി. ഇപ്പൊ ഇത് ആട്ടപ്രഥമന്റെ പരുവത്തിലായിരിക്കണേ. ഇനിയിപ്പൊ ഞാനിത് മനസ്സ് മടുത്ത് എന്താ ചെയ്യാ. ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയാവില്ല. പക്ഷെ ഇത് അങ്ങനെ പറയാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഇത് ഉണ്ടാക്കിയിട്ട് സക്സസ് ആയ സാധനമായിരുന്നു. എന്ത് ചെയ്യാനാന്ന് പറ. ഇനിയിപ്പോ ഇത് സക്സസ് ആയില്ലെങ്കിൽ ഇതൊന്നും ഞാനിവിടെ വെച്ച് നിർത്തൂല. നാളെ തന്നെ അടുത്ത പരിപാടി പിടിക്കിട്ട് നാളെ തന്നെ ഞാൻ വീണ്ടും ഇത് റെഡിയാക്കും. സെറ്റാക്കിയിട്ട് ഞാൻ അടങ്ങുള്ളൂ. പാർട്ട് 2 നോക്കിയിരുന്നോ, സക്സസ് ആക്കിയിരിക്കും. ഞാൻ ക്യാമറ ഓഫ് ആക്കി വെച്ച് സക്സസ് ആക്കിയിട്ട് ഞാൻ വീഡിയോ എടുത്തിടും. അതേ നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും എന്റെ അടപ്രഥമൻ കണ്ടിട്ട് എനിക്ക് എന്റെ ചങ്ക് പൊട്ടുന്നു ഗൈസ്. അതൊരു കിൻഡിൽ ഞാൻ ഉണ്ടാക്കുകയും ചെയ്തു, റെഡിയാവൂലോ എന്ന് ഓർത്തിട്ട്. എന്റെ അടപ്രഥമൻ കാണിച്ചരാട്ടോ. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നണേ ഗൈസ്? ഇത് പനി കൂടിപ്പോയിട്ടാണോ അതോ പനി കുറഞ്ഞു പോയിട്ടാണോ എന്തോ? ഓ, അങ്ങടും ഇല്ല ഇങ്ങടും ഇല്ല. എന്തായാലും ഞാൻ പായ വിരിച്ചിട്ടിട്ടുണ്ട് ഇവിടെ. ഇതിന് കടന്നതൊന്നും റെഡി ആവാനുള്ള യോഗം ഉണ്ടോന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഒന്നും കൂടി ഇത് ട്രൈ ചെയ്ത് നോക്കാം. സെറ്റ് ആവാണെങ്കിൽ ആവട്ടെ. നമുക്കങ്ങ് വിട്ടു പോവാൻ തോന്നുന്നില്ല. കാരണം ഒരു ലോഡ് ഉണ്ടല്ലോ, ഇതങ്ങനെ കളയാൻ തോന്നുന്നില്ല. ഞാൻ ഒരു വട്ടം വിചാരിച്ചു ഉരുട്ടി ഉണ്ടയാക്കാന്ന്. പക്ഷെ ഇത്രയും സാധനം ഈ ചൂടിൽ ഞാൻ ഉരുട്ടി വരുമ്പോഴത്തേനും എന്റെ കൈ അൽഫാം പോലെയാവും. അതുകൊണ്ട് ഞാൻ വീണ്ടും നമ്മുടെ ഷീറ്റൊക്കെ എടുത്ത് വിരിച്ചു. എന്നെ കൊണ്ട് വയ്യ ഗൈസ് ഉരുട്ടി എന്റെ കൈയും കൂടി പൊളിച്ച് കളയാൻ. എന്തായാലും എനിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. എന്തോരം നേരമായിന്നറിയോ. ഒരു ഗ്യാസ് ചിലപ്പോൾ തീർന്നു കാണും. നിങ്ങൾ ഇതിനൊന്നും ഇറങ്ങി തിരിക്കരുത് കേട്ടോ. അറിവുള്ളവർ പറയുന്നത് കേട്ടിട്ട് അതുപോലെ ചെയ്താൽ മതി. ഒരിക്കലും ഇത് കണ്ടിട്ട് ആരും ചെയ്യാൻ നിൽക്കരുത്. ഞാനേ കുറച്ചൊന്ന് ഇതിലിട്ടിട്ടൊന്ന് റോൾ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടാണേ. ഇത് പരുവായോന്ന് എനിക്ക് ഇതിൽ നോക്കിയിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല ഗൈസ്. എന്തൊക്കെയായിരുന്നു അമ്പും വില്ലും. ഒന്നും പറയണ്ട. പരുവായിട്ടില്ല ഗൈസ്. ഇതിലൊക്കെ നീ ഒട്ടിപ്പിടിക്കുന്നുണ്ട് കണ്ടോ. ഇത് പരുവല്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. ഇത് പരുവല്ല. ഇതിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. ഏത് നേരത്താണാവോ. ഇതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നണത് ഇത് അടപ്രഥമം പോലെ ആയി കിട്ടുമെന്നാ തോന്നണേ. ഞാൻ പാലും കൂടി കളയാൻ എനിക്ക് വയ്യ. എന്റെ ദൈവമേ, ഇത് നേരത്താണാവോ. ഉണ്ട എന്തോ പണി പാളി. കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ടാണ് തോന്നുന്നു എന്റെ കണക്ക് കൂട്ടലുകൾ പിഴച്ചത്. അല്ലെങ്കിൽ ഇങ്ങനെ പിഴച്ചു പോവാറില്ല. ഇതിപ്പോ ഉണ്ടമ്പുരി പോലെ ആവോ ആർക്കറിയാം. എന്തായാലും എന്റെ ഗൈസ് വല്ലാണ്ട് ക്ഷമിക്കുന്നുണ്ടാവും ഇതൊക്കെ കണ്ടിട്ട് അല്ലെ. ക്ഷമ കെടുന്നുണ്ടാവും നിങ്ങളുടെ സാഹചര്യത്തെ. ഇപ്പൊ അല്ലാണ്ട് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല ഗൈസ്. വേണമെന്ന് വെച്ചിട്ടല്ല, പറ്റിപ്പോയി. അബദ്ധം എല്ലാവർക്കും പറ്റും. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് എന്നെ ആശ്വസിപ്പിക്കണേ അല്ലേ. രണ്ടും കൽപ്പിച്ച് ഞാൻ കംപ്ലീറ്റ് അങ്ങ് ഒഴിക്കുക. ഇനി ഇതിൽ വെക്കുന്നില്ല. ഇതിന്റെ ആവേശം മാത്രമല്ല, ഇത് മൊത്തത്തിലേ കൂടിപ്പോയി, അളവ് കൂടിപ്പോയി. അതാണ് എന്റെ കയ്യിൽ നിൽക്കാതിരുന്നെന്ന് എനിക്ക് തോന്നണം. കുറച്ചെങ്ങാനും എടുത്ത് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പൊ തേക്കുന്നത് എണ്ണയാണ് കേട്ടോ. ഇതിൽ കുറെ എണ്ണ കോരി ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ കുറച്ചും കൂടി തേച്ചതാണേ. ഈശോയെ, എന്റെ ഈശോയെ, കുറച്ച് തണുത്തിട്ട് മതിയില്ലേ. കുറച്ച് നടക്കട്ടെ. എന്തൊക്കെയാണ് ഞാൻ ഈ കാണിക്കണത്. സ്കിപ്പ് അടിച്ച് പോവല്ലേ. ഇത് എത്ര കഷ്ടപ്പെട്ടതല്ലേ ഞാൻ. ഇനി ഇതെന്താവുന്ന കൂടി കണ്ടിട്ട് പോയാൽ മതി. ഒത്തിരി ചൂടാറി കഴിഞ്ഞാൽ ചിലപ്പോൾ പരത്താൻ പറ്റില്ല. ഇങ്ങനെ തന്നെ ഇരുന്ന് പോകും. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് പരത്തുക. എന്താ സംഭവിക്കണതെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് ആവട്ടെ. എനിക്ക് തോന്നുന്നത് ഇത് ആദ്യത്തെ പോലെ തന്നെ ആവും കേട്ടോ. ഇത് വെച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തേക്ക് നാളെ തട്ടുപോകും. അത്രയും കട്ടിയില്ല പരത്തി വെച്ചേക്കണം. നമ്മുടെ പരക്കം കിടും. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്റെ ക്ഷമ
ഇത് ക്ഷമയെ പരീക്ഷിക്കരുത്. ഇത്രയൊക്കെ ഇത് തന്നെ അധികമാ. ഇത്ര ക്ഷമയൊന്നും ഇല്ല. ഇത് എങ്ങടി ഒട്ടിപ്പിടിക്കണേ. ഹോ പോ അങ്ങോട്ട്. തെറിച്ചങ്ങോട്ട് പോകുന്നുണ്ട്. ഏതിലേക്കാണ് പോകുന്നത്? എണ്ണ വീണ്ടും കോരി ഒഴിക്കേണ്ടി വരുന്ന തോന്നണേ. എന്റെ സ്വഭാവം ഇറക്കരുത്. കഷ്ടപ്പാടേ കുറച്ചൊന്നല്ല. എന്നിട്ട് ഈ മാതിരി എൻ്റെ അടുത്ത് പെരുമാറുന്നത്. മര്യാദയ്ക്ക് നന്നായിക്കോ, അല്ലെങ്കിൽ ഞാൻ കല്ലെടുത്ത് എറിഞ്ഞ് ഞാൻ നോക്കാം. സ്വഭാവം മാറ്റിക്കരുത്. ഡയറക്റ്റ് ഇട്ട് പരത്തുമ്പോൾ ഈ ഇതിൽ കയറി പിടിക്കുക നമ്മളോട് ആ കളി. എൻ്റെ അമ്മേ, പരത്തി ഒരു വിധത്തിലായിട്ടുണ്ട്. പക്ഷെ ഇച്ചിരി കട്ടിയുണ്ട് ഇപ്പോൾ. ഇത് ഈ കട്ടി വേണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ തണുത്തു ചെറുതായിട്ട്, അതുകൊണ്ട് ഹാർഡായ എന്റെ പൈസ. എനിക്ക് തന്നെ ഇത് വെച്ച് തല്ലിയാലും ഇത് പൊട്ടൂല. ഒരു പണ്ടത്തെ ചേച്ചിമാരൊക്കെ അരക്കൂലേ, അതുപോലെ അങ്ങനെ ആക്കിയിട്ടൊന്നും കാര്യമില്ല. ഭയങ്കര ഹാർഡാണ് ഗൈസ്. ദേ ഗൈസ്, ഇങ്ങനെ കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ഷേപ്പൊന്നും വേണ്ട, അങ്ങ് ഒടിച്ചൊടിച്ച് കഴിക്കാം. ഒരു ബോക്സിലാക്കിയൊക്കെ വെക്കുക. അല്ലാണ്ട് തന്നെ വേറെ വഴിയില്ല. ഷേപ്പ് നമ്മൾ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ മിക്കവാറും അത് നടപടിയാകത്തില്ല. നമുക്കിതൊന്ന് ഉണങ്ങിയിട്ട് ഒടിച്ച് ഒരു ടിന്നിലാക്കി വെക്കാം. പുതിയ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷേപ്സ്. ഒന്ന് പിടിച്ചോ. എന്നിട്ട് നേരെ മേശയിലേക്ക് വിട്ടോ. അത് നീ പറയണ്ട, നീ കഴിച്ച്. നിനക്ക് കഴിക്കാൻ തന്നപ്പോഴാണ് എനിക്കത് വീഡിയോ എടുക്കാൻ ഓർമ്മ വന്നത്. അതെ, ചേച്ചി ആദ്യം കഴിച്ചു നോക്കണേ. ചേച്ചി ഓൾറെഡി കഴിച്ചോണ്ടിരിക്കുക. എങ്ങനെ ഉണ്ട് എടി? ഞാൻ പറഞ്ഞു ഓർമ്മിപ്പിക്കുന്ന പോലെ പറയരുത്. സത്യം നല്ലതാണ്. കണ്ട കഴിച്ചു. എങ്ങനെയുണ്ട്? താറ്റിച്ച് നീ പറഞ്ഞത് വെറുതെ. കുഞ്ഞു നീയെങ്കിലും പറയും എങ്ങനെയുണ്ട് കുഞ്ഞു? ഓ, വലിയ കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ സംഭവം അങ്ങനെയായിട്ടുണ്ട്. കഴിക്കാൻ പറ്റും, ഒടിച്ചു നുറുക്കി കഴിക്കാം. കെട്ടിയവനുണ്ടായിരുന്നെങ്കിൽ കെട്ടിയവൻ പറഞ്ഞിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാണെങ്കിലും പറയായിരുന്നു. ഇതിപ്പോ അതുമില്ല. എന്തെങ്കിലും ആവട്ടെ, ഈ ഒരു ടൈപ്പ് ഞാൻ ഉണ്ടാക്കിയതാന്ന് പറയാം. അപ്പൊ എന്തായാലും അത്രേ ഉള്ളു ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ദൈവമേ ഇതിന് കിളിയുമില്ല കിളിക്കുഞ്ഞുമില്ല, ഇതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തിനാണ്? എന്നാലും ചുമ്മാ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലെ എന്തെങ്കിലും ദുരന്ത കഥകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.